അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശ്വാസികളെ, ഇതുപോലത്തെ ഒരു റമദാൻ മാസത്തിലാണ് ബീബി ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായത്. ഉമ്മയുടെ ജീവചരിത്രത്തിലേക്ക് ചെറിയ ഒരു എത്തിനോട്ടം നടത്താം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖുറൈശി പ്രമുഖൻ ഖുവൈലിദിന്റെ ഓമനപുത്രിയാണ് ബീബി ഖദീജ റളിയല്ലാഹു അൻഹ. ജാഹിലിയ്യ കാലത്തുള്ള ഒരു തിന്മയിലും അകപ്പെടാതെ വിശുദ്ധ ജീവിതം നയിച്ചതു കാരണം ത്വാഹിറ, പവിത്രതയുള്ളവർ എന്നായിരുന്നു നാട്ടുകാർ ബീബി ഖദീജ റളിയല്ലാഹു അൻഹയെ വിളിച്ചിരുന്നത്. അതീവ സുന്ദരിയും സമ്പന്നയും ഖുറൈശി സ്ത്രീ ജനങ്ങളുടെ നേതാവുമായിരുന്നു മഹദിയെ ആദ്യം വിവാഹം ചെയ്യുന്നത് ഉത്തയ്യഖ് ബിനു ആഇദ് എന്നയാളാണ്. ഹിന്ദ് എന്ന ഒരു പെൺകുട്ടി പിറന്നതിന് ശേഷം ഉത്തയ്യഖ് മരണപ്പെട്ടു. പിന്നീട് അബു ഹാലത്ത് തമീമി എന്ന വ്യക്തി മഹദിയെ വിവാഹം കഴിച്ചു. ആ ബന്ധത്തിൽ ഹിന്ദ്, ഹാലത്ത് എന്നീ രണ്ട് ആൺകുട്ടികളുണ്ടായി. പിന്നീട് അദ്ദേഹം മരണപ്പെട്ടു. ബീബി ഖദീജ റളിയല്ലാഹു അൻഹ വിധവയായി. ഹിന്ദ് എന്ന പേരിൽ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ബീബി ഖദീജ റളിയല്ലാഹു അൻഹ ഉണ്ട്. വലിയ കച്ചവടം നിയന്ത്രിച്ചിരുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ പിന്നീട് പലരും വിവാഹാലോചനകൾ നടത്തിയെങ്കിലും അവർ അതിന് സമ്മതം കൊടുക്കാതെ മക്കളെ വളർത്തുന്നതിലും തന്റെ കച്ചവട കാര്യങ്ങൾ നടത്തുന്നതിലും മാത്രം ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു. സമൂഹത്തിൽ നടമാടിയിരുന്ന തിന്മകളോടെല്ലാം കടുത്ത പ്രതിഷേധം ആ മനസ്സിൽ കത്തി നിന്നിരുന്നു. തന്റെ എളാപ്പയായ വറഖത്ത് ബിൻ നൗഫൽ പകർന്നു നൽകിയ വേദങ്ങളെ സംബന്ധിച്ചും പ്രവാചകന്മാരെ സംബന്ധിച്ചുമുള്ള ചിന്തകൾ അവരെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. ആ ഇടക്കാണ് ഒരു കല്യാണ വീട്ടിൽ മറ്റു സ്ത്രീകളോടൊപ്പം ഒത്താശകൾ ചെയ്യുന്നതിനിടയിൽ അപരിചിതനായ ഒരാൾ വന്ന് സ്ത്രീകളോട് പറയുന്നു, നിങ്ങളിൽ ആരെങ്കിലും അന്ത്യദൂതരെ ഇണയാകാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ട സ്ത്രീകൾ അയാളെ തമാശയാക്കി. മഹദിയുടെ ചിന്ത അൽ അമീൻ എന്ന ചെറുപ്പക്കാരനിലെത്തി. എന്ന് മക്കയിൽ ദൈവദൂതരാവാൻ സാധ്യതയുള്ള യോഗ്യതയുള്ള ഒരേ ഒരു വ്യക്തിത്വം അബ്ദുള്ള എന്നവരുടെ പുത്രൻ മക്കാരുടെ കണ്ണിലുള്ളിൽ അൽ അമീൻ മുഹമ്മദ് മാത്രമാണ്. അവരെ സംബന്ധിച്ച് ഒന്ന് പഠിക്കണം. അങ്ങനെയാണ് തന്റെ കച്ചവടം നിയന്ത്രിക്കാനുള്ള ജോലിയിലേക്ക് അൽ അമീനെ ക്ഷണിക്കപ്പെടുന്നത്. നല്ലൊരു ജോലി തേടുകയായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തൊഴിൽ സ്വീകരിക്കും. സിറിയയിലേക്കാണ് ആദ്യ വാണിജ്യ യാത്ര. ഖദീജ റളിയല്ലാഹു അൻഹ തികഞ്ഞ ആസൂത്രണം അൽ അമീന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് പഠിക്കാൻ മൈസറത്ത് എന്നയാളെ അയച്ചു. യാത്ര കഴിഞ്ഞു. മൈസറത്ത് തന്റെ യജമാനത്തിക്ക് വിവരങ്ങൾ കൈമാറി. ഞങ്ങളുടെ യാത്രാ സംഘം മക്കയിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ചെത്തുന്നതുവരെ മേഘം ഞങ്ങൾക്ക് തണലിട്ടുകൊണ്ട് കൂടെ സ്ഥിരിക്കും. വളരെ അത്ഭുതകരമായി ഞങ്ങളുടെ യാത്ര. വിശ്രമിക്കാനിരുന്നാൽ അവിടെയും മേഘം തണലിട്ടു. മറ്റൊരു അത്ഭുതമുണ്ടായി. ബുസ്ര നഗരത്തിനടുത്ത് ഒരു മരച്ചുവട്ടിൽ അൽ അമീൻ വിശ്രമിക്കുമ്പോൾ നസ്തുറ എന്ന ക്രൈസ്തവ പുരോഹിതൻ വന്നു കണ്ട് എന്നോട് പറഞ്ഞു, ഈ മരത്തിന് ചുവട്ടിൽ അള്ളാഹുവിന്റെ പ്രവാചകരല്ലാതെ വിശ്രമിച്ചിട്ടില്ല. ഇതോടെ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ ഉറപ്പിച്ചു, അന്ത്യദൂതരാകാൻ പോകുന്ന വ്യക്തിത്വം ഇദ്ദേഹം തന്നെയാണ്. ആ മഹാന്റെ ഇണയാകാൻ സാധിച്ചാൽ അതൊരു മഹാഭാഗ്യം തന്നെയായി. അങ്ങനെയാണ് തന്റെ ആഗ്രഹം ദൂതനെ വിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹാലോചന നടത്തുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്ക് 40 വയസ്സാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 25. അങ്ങനെ 2 ഭർത്താക്കളിലായി 3 മക്കളുടെ മാതാവായ വിധവ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ ചെറുപ്പക്കാരനും സൗന്ദര്യത്തിന്റെ നിറകടവുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയുടെ പിതൃവ്യൻ അംർ ഇബ്നു അസദ് വിവാഹത്തിന് നേതൃത്വം നൽകി. നുബുവത്തിന്റെ 15 വർഷം മുമ്പും ഹിജറയുടെ 28 വർഷം മുമ്പുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബീവി ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത്. അവരുടെ മഹർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബീവി ഖദീജ റളിയല്ലാഹു അൻഹക്ക് നൽകിയ മഹർ 12 ഊഖിയയായി. അത് 480 ദിർഹമിന് സമാനമാണ്. കശ്ഫുൽ ഉമ്മ എന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയം പ്രതിപാദിക്കുന്നു. ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ സവിശേഷതകളിലേക്ക് പോകാം. ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. പിന്നീടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹ വിശ്വസിച്ചത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഥമ ഭാര്യയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. മഹദിയുടെ ജീവിതകാലത്തിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു വിവാഹം ചെയ്തിട്ടില്ല. ഒരു വഫാത്താകുന്നത് വരെ വിവാഹം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങൾ എന്നെ അവിശ്വസിച്ചപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ എന്നെ വിശ്വസിച്ചു. ജനങ്ങൾ എന്നെ കളവാക്കിയപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ എന്നെ വാസ്തവമാക്കി. ജനങ്ങൾ എന്നെ വെടിഞ്ഞപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ സമ്പത്ത് നൽകി സഹായിച്ചു. മറ്റു ഭാര്യമാരിൽ മക്കളെ നൽകാതെ ഖദീജയിൽ അല്ലാഹു എനിക്ക് മക്കളെ നൽകി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗീയ കൊട്ടാരം കൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹക്ക് സന്തോഷ വാർത്ത അറിയിച്ചു. അല്ലാഹുവിന്റെയും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെയും സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജക്ക് എത്തിച്ചു കൊടുക്കുമായിരുന്നു. മഹദിയുടെ മരണശേഷം പലപ്പോഴും അവിടുത്തെ മഹത്വം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതലായി പറയുമായിരുന്നു. ചിലപ്പോൾ ആടിനെ അറുത്ത് അതിന്റെ മാംസം ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുമായിരുന്നു. ലോക സ്ത്രീകളിൽ ഏറ്റവും മഹത്വമുള്ളവരിൽ പെട്ടവരാണ് ഖദീജ റളിയല്ലാഹു അൻഹ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, സ്വർഗീയ സ്ത്രീകളുടെ നേതാക്കൾ ഖദീജ, ഫാത്തിമ, മറിയം, ആസിയ റളിയല്ലാഹു അൻഹ എന്നിവരാണ്. നീണ്ട 25 വർഷം ഖദീജ റളിയല്ലാഹു അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചു. മഹദിയിലൂടെ 6 സന്താനങ്ങളെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകി. 9 മക്കളുടെ മാതാവാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. ഹിജറയുടെ 3 വർഷം മുമ്പ് 65-ാം വയസ്സിൽ റമദാൻ മാസത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ മക്കയിൽ വെച്ച് മരണപ്പെട്ടു. അബൂ ത്വാലിബ് മരിച്ചതിന്റെ 4-ാം ദിവസമായിരുന്നു അത്. മയ്യത്ത് നിസ്കാരം അന്ന് ശരീഅത്തിൽ നിയമമായി സ്ഥിരപ്പെടാത്തതിനാൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മേൽ മയ്യത്ത് നിസ്കാരം നിർവഹിക്കപ്പെട്ടിട്ടില്ല. മക്കക്കാരുടെ ശ്മശാനമായ
അജൂൻ ഖബർസ്ഥാനിൽ അജൂൻ ഖബർസ്ഥാനിൽ മയ്യത്ത് ഖബറടക്കി. സീറത്തു സയ്യിദുൽ ബശർ എന്ന ഗ്രന്ഥത്തിൽ ഈ ചരിത്രം പ്രതിപാദിക്കും. പ്രിയപ്പെട്ട വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും എല്ലാ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ കടന്നു ചെന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഈ സത്യത്തിന്റെ പ്രചരണത്തിന് വേണ്ടി നബിയുടെ കൂടെ ചേർന്ന് നിൽക്കാൻ ഭാഗ്യം ലഭിച്ച ആ മഹദി, അവരാണ് നമ്മുടെ ഉമ്മ, ഉമ്മുൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടെ ഉമ്മയാണ്, മുഅ്മിനീങ്ങളുടെ ഉമ്മയുടെ നേതാവാണ്. ആ ഉമ്മയുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധമായ ദീനിനോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കാൻ, പൂർണ്ണമായി മുസ്ലിമായി ജീവിച്ചുകൊണ്ട് ആഖിറത്ത് നന്നായി ഈമാനോടുകൂടെ മരിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അവരുടെ പേരിൽ ഈ പരിശുദ്ധ റമദാനിൽ നമുക്കൊരു ഫാത്തിഹ ഓതി ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.